ഹലോ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ആദിസം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അറിയാം, ഒരുപാട് നാളായി ഞങ്ങളുടെ യൂട്യൂബിലെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട്. ഞങ്ങൾക്ക് കുറച്ച് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം പിന്നെ മഴയും കാരണം ഒരു മാസമായിട്ടിപ്പോൾ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. പിന്നെ ആദ്യക്കുട്ടന് ക്ലാസ് തുടങ്ങി, അറിയാമല്ലോ, അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. CBSE ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കും ഉണ്ട്, മോനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾക്കൊന്നും ഒരു വീഡിയോ പോലും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം ഞങ്ങളിതേ പെരുമ്പളം പാലത്തിലൂടെ അങ്ങനെ യാത്ര ചെയ്തിട്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കൂടിയുണ്ട്. ആദിക്കുട്ടൻ്റെ കസിനാണ്, എൻ്റെ ചേട്ടൻ്റെ മകൻ ആയുഷ് കെ വിനീതാണ് കൂടെയുള്ളത്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഞങ്ങളുടെ സ്കൂട്ടറിലാണ് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു മഴക്കാറും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ച് മുൻകരുതലുകളൊക്കെ എടുത്തിട്ടുണ്ട്. മഴക്കോട്ടും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്. എങ്കിൽ തന്നെ വലിയ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ രക്ഷയില്ല. അപ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമ്മൾ ഈ കഥ പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയാം. നമുക്കിപ്പോൾ ആദ്യക്കുട്ടൻ എൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇരിക്കുകയും ചെയ്താണ്, സ്കൂട്ടിയുടെ മുമ്പിലാണ്. പുറകെ ഇരുന്ന് വീഡിയോ കൈകാര്യം ചെയ്യുന്നത് ആയുഷ് കെ വിനീതാണ്. അപ്പോൾ ആയുഷ് കെ വിനീതിൻ്റെ കയ്യിലാണ് ഞാൻ ഫോൺ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൂടി പറഞ്ഞ് നമുക്ക് നമ്മുടെ കഥയിലേക്ക് കടക്കാം. നമ്മൾ ഇപ്പോൾ പോകുന്നത് തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാനാണ്. അപ്പോൾ തലപ്പാക്കട്ടി ബിരിയാണി എന്ന് പലരും ഇവിടെ കേട്ട് കാണും. തലപ്പാക്കട്ടി ബിരിയാണി എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. ഇത് തമിഴ്നാട്ടിലെ ദിണ്ടിക്കൽ എന്ന സ്ഥലത്താണ് ഉത്ഭവിച്ചത്. തമിഴ്നാട്ടിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന ദിണ്ടിക്കൽ, എല്ലാവർക്കും അറിയാമായിരിക്കും. തമിഴ്നാട്ടിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്നതാണ് ദിണ്ടിക്കൽ. അപ്പോൾ ദിണ്ടിക്കലിലേക്ക് നമുക്ക് പോകാം. ഇപ്പോഴെങ്കിലും അല്ല, വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പെന്ന് വെച്ചാൽ ബിരിയാണി എന്നാൽ നമ്മുടെ മുസ്ലിം വീടുകളിലെ അടപ്പിലുണ്ടാക്കുന്ന ഭക്ഷണം എന്ന് കരുതി പോന്നിരുന്ന കാലത്താണ് നമ്മളിപ്പോൾ ആ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആ സമയത്താണ് നാഗസ്വാമി നായിഡു എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ അടുപ്പിൽ അസൽ ഒരു രുചിയുടെ ബിരിയാണിയുടെ മണം പുറത്തേക്ക് വന്നു തുടങ്ങി. അപ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ടും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അപ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാകുമല്ലേ, നമുക്ക് അവിടെ എന്താണ്, അപ്പുറത്തെ അയൽവക്കത്തെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരു എന്താ പറയുക, അതുപോലെ ആൾക്കാരും തിരക്കി എന്താണ് അവിടെ സംഭവം. അങ്ങനെയാണ് അവിടെ ഒരു ബിരിയാണി ഉണ്ടാക്കിയാണെന്നിങ്ങനെ നാട്ടിൽ മൊത്തം പരന്നത്. നമ്മുടെ ഈ കാലത്തെ പോലെ തന്നെ അക്കാലത്തും നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയാൽ അത് നാട്ടുകാർക്ക് കൊടുക്കുന്ന ഒരു പതിവുണ്ടല്ലോ. നമ്മുടെ വീട്ടിലിപ്പോൾ അയൽവക്കത്താണെങ്കിലും ഞങ്ങളാണെങ്കിലും എന്തെങ്കിലും ബിരിയാണി ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നാട്ടുകാർക്ക് കൊടുക്കുന്നത് ഒരു സാമാന്യ മര്യാദയാണ്. അപ്പോൾ അക്കാലത്തും അങ്ങനെ തന്നെ കുറച്ച് ആളുകൾക്ക് ഇവർ കൊടുത്തായിരുന്നു. അപ്പോൾ ആളുകളിൽ നിന്നുള്ള വളരെ ഒരു സന്തോഷകരവും നല്ല ഒരു പ്രതികരണമാണ് ഇവർക്ക് ലഭിച്ചിരുന്നത്. അങ്ങനെയാണ് ഇവർ നാട്ടിൽ ഇത് ഒരു വരുമാന മാർഗമാക്കിയാൽ എന്താ എന്നൊരു തോന്നൽ ജനിച്ചത്. അങ്ങനെയാണ് ഈ ബിരിയാണിയുടെ തുടക്കം. പിന്നെ ബിരിയാണിയുടെ ഒരു പേര് എത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കക്ഷി ഭാരതിയാറുടെ അതായത് നമ്മുടെ ഈ പറയുന്ന ആൾ നാഗസ്വാമി നായിഡു എന്ന തലപ്പാക്കട്ടി ബിരിയാണിയുടെ കടയുടെ ഉടമ, ഒരു പ്രശസ്തനായ കവി ഭാരതിയാർ, നമുക്കെല്ലാവർക്കും അറിയാം. തമിഴ്നാട് ഭാരതിയാറുടെ ഒരു വലിയ ആരാധകനായിരുന്നു. ഈ ഭാരതിയാർക്ക് തലപ്പാവ് കെട്ടുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇത് അനുകരിച്ചുകൊണ്ട് തന്നെ നായിഡുവും തലപ്പാവ് കെട്ടും. അങ്ങനൊരു പതിവുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പേര് ഉടലെടുത്തത്. സ്വാഭാവികമായിട്ട് ഇതിൽ പുറം നാട്ടിലുള്ളവർ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് തലപ്പാ കെട്ടിയ അയ്യാവുടെ ബിരിയാണി പറഞ്ഞ് പതിയെ തലപ്പാ കെട്ട് ബിരിയാണി എന്ന് പറഞ്ഞ് തലപ്പാക്കട്ടി ബിരിയാണി ആയി മാറി എന്നാണ് ഇതിൽ പറയുന്നത്. എന്തായാലും ബിരിയാണി വരേണ്ട താമസം ആദിക്കുട്ടനും ആയുഷും കൂടി ബിരിയാണി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവരുടെ മുഖഭാവം എങ്ങനെയാണെന്ന് നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ആ ഒരു ഹൈപ്പൊന്നും ഇതിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരികയില്ല. എല്ലാവർക്കും
എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം നമ്മൾ ഈ പറയുന്ന പോലെ സ്പൈസി ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് ഒരിക്കലും ഞാനിത് റെക്കമെൻഡ് ചെയ്യുകയില്ല. ഇത് സ്പൈസി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം ഇത് ട്രൈ ചെയ്താൽ മതി. പിന്നെ ഒരു ഒരു 100-ൽ ഒരു 75 ഓക്കെ, നമുക്കിതിനൊരു മാർക്കിടാം. അപ്പോൾ എല്ലാവരും വന്ന് തൈക്കാട്ടുശ്ശേരിയിൽ ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ, തൈക്കാട്ടുശ്ശേരി ജംഗ്ഷനിലെ ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ ഓപ്പോസിറ്റ് കക്ക സൊസൈറ്റിക്ക് അടുത്താണ്